എങ്ങനെയാണ് ഒരു XNS ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പല ആളുകൾക്കും സംശയം വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം XNSൻ്റെ അക്കൗണ്ട്, XNS Go എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്ന XNSൻ്റെ അക്കൗണ്ടിലോട്ട് പോവുക. അതിന് താഴെ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിപ്റ്റോ വാലറ്റ് ആണോ ഓൾ പേയ്മെൻറ്റ് മെത്തേഡ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ക്രിപ്റ്റോ അല്ലാതെ പേയ്മെൻറ്റ് മെത്തേഡാണ്, ബാങ്കാണ് യൂസ് ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ഓൾ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ പ്രസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും വരുന്നത്. അതിൽ പല രീതിയിലുള്ള UPI ട്രാൻസ്ഫർ, അതുപോലെ ടെതർ മെത്തേഡ്, ബിനാൻസ് പേ, അങ്ങനെ ബിറ്റ്കോയിൻ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പല മെത്തേഡുകളുണ്ട്. ഇതിനകത്ത് UPI ID ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഓൾറെഡി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തായതുകൊണ്ട് എൻ്റെ UPI ID അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് UPI ID നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPI ID അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അവിടെ ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് മുന്നോട്ട് പോവാം. അതല്ല, ഓൾറെഡി നമ്മൾ ചെയ്താണെങ്കിൽ നമ്മുടെ UPI ID മുകളിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് UPI ID അവിടെ പിന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് എത്ര രൂപയാണോ ചെയ്യേണ്ടത് അത് ഇന്ത്യൻ റുപ്പീസിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു 10,000 ആണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ താഴെ കാണാൻ പറ്റും $112 ആണ് 10,000 INR എന്ന് പറഞ്ഞാൽ. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ UPI ID അവിടെ ഉണ്ടാകും. UPI ID ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക. ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ UPI ID അവിടെ അടിച്ചു കൊടുക്കുക. ദെൻ അവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊന്നും ചെയ്യാനില്ല. നമുക്ക് താഴെ കൺഫേം എന്ന് പറഞ്ഞു കൊടുക്കുക. അവിടെ കൺഫേം ആവാൻ ഒരു സമയം എടുക്കുന്നു. ദെൻ കൺഫേം ആയി. ഇനി നമ്മൾ പോകേണ്ടത് ഗൂഗിൾ പേയിലേക്കാണ്. ഗൂഗിൾ പേയിൽ പോയി കഴിയുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ പേ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പേ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ പേ എന്ന് പറഞ്ഞ് നമ്മുടെ പാസ്വേഡും കാര്യങ്ങളും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ മാറും. മാക്സിമം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് പൈസ മാറുന്നതായിരിക്കും.